താജ്മഹലിൽ പെട്ടെന്ന് മഴ പെയ്തപ്പോഴുള്ള കാഴ്ചകൾ കാണാം. ഞങ്ങൾ കുടുംബസമേതം തിരുവനന്തപുരത്ത് നിന്ന് 4 ദിവസത്തെ ടൂർ പാക്കേജിൽ വന്നതായിരുന്നു. പണിക്കേഴ്സ് ട്രാവൽസ് ആയിരുന്നു ടൂർ ഓപ്പറേറ്റർ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഡൽഹിയും ജയ്പൂരും ആഗ്രയും ഒക്കെ കാണിച്ച ശേഷം ഉച്ചയ്ക്ക് 1:45 ഞങ്ങളെ താജ്മഹലിൽ എത്തിച്ചത്. ബസ്സിൽ നിന്നിറങ്ങി ഒരു ഇലക്ട്രിക് കാറിൽ കയറിയാണ് താജിൻ്റെ മുന്നിലെത്തിയത്. മഴയുടെ ഒരു ലക്ഷണവും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. എങ്കിലും താജ്മഹലിൻ്റെ പ്രധാന ഗോപുരത്തിലേക്ക് കടക്കാൻ 200 രൂപ ടിക്കറ്റ് കൂടി എടുക്കണം എന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അതുകൂടി എടുത്ത ശേഷം ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കാണാനുള്ള വെമ്പലോടെ പ്രവേശന കവാടത്തിൽ നിൽക്കുമ്പോൾ തന്നെ താജിൻ്റെ സുന്ദര രൂപം കാണാമായിരുന്നു. 380 വർഷം മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും സമ്പന്നതയുടെയും സാക്ഷ്യപത്രമായി അത് തിളങ്ങി നിൽക്കുന്നു. സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായ താജ്മഹൽ കൺകുളിർക്കെ കണ്ട് ഫ്രെയിമിൻ ഫ്രെയിം എന്ന ശൈലിയിൽ ഒരു ഫോട്ടോയും എടുത്തു. മുഗൾ വാസ്തുവിദ്യയുടെ മാസ്റ്റർ പീസായ താജ്മഹൽ കാണാനും ആ വെണ്ണക്കൽ ശില്പത്തിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കാനുമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നെത്തിയ ടൂറിസ്റ്റുകൾക്കൊപ്പം ഞങ്ങളും ആ മഹാത്ഭുതത്തിൻ്റെ വിസ്മയങ്ങൾ കണ്ടുനിന്നു. പെട്ടെന്നാണ് ആകാശത്ത് കാർമുകിൽ വന്നു മൂടിയത്. എവിടെ നിന്നോ കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. മഴ വന്നാൽ എന്തു ചെയ്യണമെന്നറിയാതെ ആളുകൾ ആശങ്കയിലായി. സുരക്ഷാ ഉദ്യോഗസ്ഥർ വിസിലടിച്ച് മഴ വരുന്നുവെന്ന സൂചന നൽകി. കാറ്റിന് ശക്തി കൂടാൻ തുടങ്ങി. പെട്ടെന്ന് മഴ കോരിച്ചൊരിഞ്ഞു. ഒരു ഇടനാഴിയിൽ ആളുകൾ ഓടിക്കൂടി, ഒപ്പം ഞങ്ങളും. പള്ളി പോകുമ്പോൾ പാലാങ്ങാടിക്ക് പോകുന്ന കാറ്റും മഴയും എല്ലാം കൂടി 10 മിനിറ്റ് കൊണ്ട് അവസാനിച്ചു. മഴ മാറിയതോടെ രംഗം ശാന്തമായി. എല്ലാവരും പുറത്തിറങ്ങി. താജ്മഹലിൻ്റെ നല്ലൊരു വീഡിയോ തയ്യാറാക്കണമെന്ന മോഹവുമായി വന്നതാണ്. അതിപ്പോൾ ഇങ്ങനെയായി. വീഡിയോ ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും ചെയ്യുക. ഡൽഹി ദർശൻ്റെ മറ്റ് വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി കാണുക. താങ്ക്